എല്ലാവർക്കും ട്രാവലിംഗ് ഓഫ് ക്യാബിലേക്ക് സ്വാഗതം. സോ ഇന്നലത്തെ വീഡിയോ മിനിഞ്ഞാന്നത്തെ വീഡിയോ ഒക്കെ ഞാനിതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണുക, കണ്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ മസ്റ്റായിട്ട് കാണുക. ഓക്കെ, സോ അപ്പോൾ വേറെ ഒന്നുമല്ല, ഇന്ന് നമ്മുടെ ലാസ്റ്റ് ഡേ ആണ്. നമ്മുടെ മുംബൈയിൽ ലാസ്റ്റ് ഡേ എന്ന് പറയുമ്പോൾ ഇന്നത്തെ 6 മണിക്കത്തെ ഫ്ലൈറ്റിൽ നമ്മൾ നേരെ കൊച്ചി എയർപോർട്ടിലേക്ക് പറക്കുകയാണ്. സോ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിന് മുന്നേ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതിന് മുന്നിൽ ഇപ്പോൾ ഏകദേശം ഉച്ചയ്ക്കല്ല, രാവിലെ ഒരു 10:56 പോകും. സോ എനിക്കൊരു സ്ഥലം വരെ പോകാറുണ്ട്. ആ സ്ഥലം പോയി കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ എയർപോർട്ടിലേക്ക് പോകുള്ളൂ. സോ ആ വീഡിയോ മസ്റ്റായിട്ട് എടുക്കാൻ പറ്റിയെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ അവിടുത്തെ പൂച്ചകളൊക്കെ ഉണ്ട്. അവിടെ കുറേ പൂച്ചകളുണ്ട്. അവിടെ ആ പൂച്ചകളൊക്കെ കണ്ട് സെറ്റായിട്ട് നമുക്ക് നേരെ പറക്കാം, പൊളി സെറ്റാക്കാം. നമ്മളിത് ഈ വണ്ടിയിൽ പോകാൻ പോവാണ്. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇത്ര എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ എനിക്ക് പേടിയാണ്. നമ്മ പോയി വന്നാൽ എനിക്ക് എന്നാലും പേടിയാണ്. അത് കുറിച്ചിക്ക് അത് ശരി, എന്റെ നാടെടുത്തല്ലേന്ന് ഹൈറ്റ് സൈസ് വേണ്ടേ? पटाने से क्या तो हिंदी बोलना आसान है. ഹിന്ദിയിൽ 25 ഫുള്ളാണോ ഹിന്ദിയില്? വീട്ടില് അതുപോലെ പ്രാക്ടീസ് ഞാൻ കണ്ടില്ല അവരെ. ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോ അയാൾ നടന്നു വന്നിങ്ങാട്. ഞാനതാണ് ഫോൺ എടുത്ത് മടിയിൽ കട്ട് ചെയ്ത് വെച്ചിട്ട്. ലോൺ എടുത്തിട്ട് സമയത്ത് അടച്ചാലും പ്രശ്നമാണ്. അവരടുത്ത് കൂടി വരും. നിങ്ങൾ കറക്റ്റ് സമയത്ത് അടച്ചാൽ അതിന്റെ അടുത്ത ലോൺ തരാം. കയ്യിൽ വെക്കാനാ അത് ഇറങ്ങണ സമയത്ത് എടുക്കാൻ പറയാം. ഇനിയിപ്പോ അടുത്ത രേഷ്മയുടെ ബാഗ് ഒരു ഹായ് പറഞ്ഞ ഹായ് പറയൂ. ഹായ്. ഇപ്പൊ നമ്മള് എയർപോർട്ടിലേക്ക് പോവാണ്ട, വിളിക്കാം. ഇനി എയർപോർട്ടിൽ പോയിട്ട് ബാക്കി അറിയാം. പറഞ്ഞല്ലേ 2 മണിക്ക് എനിക്ക് പോണം. അപ്പൊ സോറി എന്ന് പറഞ്ഞു. ഞാൻ അതിന് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, നിന്റെ ട്രാഫിക് അവൻ ഫോൺ നടക്കണ അമൻ വണ്ടി ഓടിച്ചോണ്ട് അവര് കേറിയിട്ട് ബോർഡിംഗ് പാസ് അടിക്കുന്നവർ നിങ്ങൾ അവിടെ തന്നെ നിൽക്കട്ടോ. ബോർഡിംഗ് അടിച്ചെല്ലാം ഓക്കെ ആയതിനു ശേഷം പക്ഷെ എനിക്ക് തോന്നുന്നു ജാനകിയൊക്കെ പറയാണ്ടായതും എനിക്ക് തോന്നുന്നു എല്ലാരും വിഷമിക്കണ്ട എന്ന് ഓർത്തിട്ടായിരിക്കും ആളും പറയാണ്ടിരുന്നത്. गाड़ियां यहाँ से जाएंगे
ഇവിടെയൊക്കെ മറ്റേ ഗേറ്റ് നമ്പർ ഒക്കെ ഉണ്ടാവും. ഇവിടെയാണ് ഫ്ലൈറ്റ് ഒക്കെ വന്ന് നിൽക്കാറുണ്ട്. ഫസ്റ്റ് ടൈം വി ആർ ഇൻ എയർപോർട്ട്. നമ്മൾ എയർപോർട്ടിൽ കയറാൻ വേണ്ടി നിൽക്കണ്ട. വെരി എക്സൈറ്റഡ് ആൻഡ് വി ആർ എന്താ പറയുക, ഇൻഡിഗോയിലാണ് കയറാൻ പോണത്. സോ പൊളിക്കാം ഗൈസ്. നമ്മളിത് പോവാണ്ട പൊളിക്കാം. സോ ഗൈസ് നമ്മൾ പോവാണ്. ആൻഡ് നോക്കാം. അപ്പോൾ ഇനി ബാക്കി നമുക്ക് നോക്കിയിട്ട് കാണാം. ശരി. കേസാണ്. ചെറിയൊരു പ്രശ്നമായി. ഇപ്പോൾ എൻ്റെ ഉപ്പയും പിന്നെ എൻ്റെ ഉമ്മയും കൂടിയിട്ട് ഇൻഡിഗോടെ ശരിക്കത്തെ സ്ഥലത്തേക്ക് പോയിരിക്കുകയാണ്. കാരണം ID ഫോണിലേ ഉള്ളൂ. സോ ഫോണിൽ നിന്ന് കടത്തി വിടില്ല പറഞ്ഞു. സോ അത് കാരണം ഇപ്പോൾ അവരവിടെ പോയിട്ട് ബോർഡിങ് തന്നാൽ കുഴപ്പമില്ല, ബോർഡിങ് തന്നില്ലെങ്കിൽ കയറ്റി വിടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ നോക്കാം ഗൈസ്, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇന്റീരിയർ കേട്ടോ, അവിടെയൊക്കെ ഒരു ബിഗ് സ്ക്രീൻ ഉണ്ട്, ഇവിടെയും ഒരു ബിഗ് സ്ക്രീൻ ഉണ്ട്. ഞാൻ ആലോചിക്കാം ഗൈസ്, മൊത്തത്തിലൊന്ന് മാറി. പുതിയ എയർപോർട്ടാണല്ലോ, ഇവിടെ മിക്കവരും കയറിയിട്ടില്ല. പുതിയ എയർപോർട്ടാണ്. അല്ല എന്താ പറയുക, ഇത് വർക്കിംഗ് ആയിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ. സോ ഇതൊരു പുതിയ എയർപോർട്ടായിരുന്നു. ഫുൾ മാറ്റങ്ങൾ, AI പ്രോസസ്സ്, അങ്ങനെ കുറേ മാറ്റങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. പുള്ളി കേസ് എനിക്ക് എന്തോ പോലെ, കാരണം ഞാൻ എയർപോർട്ട് കണ്ടിട്ടുണ്ട്. നിങ്ങൾ ഫസ്റ്റ് കയറിപ്പോൾ കണ്ടില്ലേ, ആർച്ച് പോലെ വന്നിട്ട്. ഞാൻ എയർപോർട്ടിൽ കയറിയിട്ടുണ്ട്, വീഡിയോ എടുത്തിട്ടില്ല, അന്നൊന്നും വീഡിയോ എടുത്തിട്ടില്ല. പക്ഷേ ഇങ്ങനത്തെ ഒരു സെറ്റിങ്സ് ഞാൻ ആദ്യമായിട്ടാണ് വെച്ചാൽ. ഫുൾ സെറ്റിങ്സ് ആണ്. ആൻഡ് പിന്നെ ചെറിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറുമ്പോഴുള്ള വീഡിയോ എടുക്കാൻ പറ്റില്ല. അങ്ങനെ എടുത്താൽ അത് അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് അതൊരു ബിഗ് മിസ്റ്റേക്കാണെന്നാണ് പറഞ്ഞത്. അത് ചെയ്ത് കഴിഞ്ഞാൽ ഫൈൻ അടക്കേണ്ടി വരും, ജയിലിൽ പോയി കിടക്കേണ്ടി വരും. സോ അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞ് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് സീറ്റിൽ ഇരുന്നിട്ട് മാത്രമേ നമുക്ക് കാര്യങ്ങളൊക്കെ വീഡിയോ എടുക്കാനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അതുവരെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് അവർ പറഞ്ഞത്. പിന്നെ ഇത് ഇൻഡിഗോടെ ആയതുകൊണ്ട് കുറച്ച് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഫുൾ ഇൻഡിഗോൻ്റെ ആട്ടോ, ബാഗ് ഡ്രോപ്പിംഗ് ഇന്ത്യ, അങ്ങനത്തെ ഇൻഡിഗോയുടെ ബാഗ് ഡ്രോപ്പിംഗ് ഒക്കെ ഇവിടെ തന്നെയാണ്, ഞങ്ങളുടെ ഫ്രണ്ടിലാണ്. സോ അവിടെ പോയി ബാഗ് ഡ്രോപ്പ് ചെയ്ത് ചെക്ക് ചെയ്യിപ്പിച്ച് അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിനി ചെയ്യാൻ പറ്റുള്ളൂ. സോ ഓക്കെ, നമ്മൾ വേറൊന്നുമില്ല. പിന്നെ നമ്മൾ ഇനിയിപ്പോൾ വേറൊന്നുമില്ല, ഇനി നമ്മൾ ഇതൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ബാഗ് ഡ്രോപ്പ് ചെയ്യണം. ബാഗ് ഡ്രോപ്പ് ചെയ്താൽ പിന്നെ ബാക്കിയൊക്കെ എന്താ ചെയ്യും നമുക്കറിയില്ല, നോക്കണം, സെറ്റാക്കാം. ഓക്കെ, എൻ്റെ ബോർഡിങ് പാസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ ചെക്കിങ് ചെയ്യാൻ പോകണം. ചെക്കിങ് ചെയ്തിട്ട് നമ്മൾ നേരെ പോവാണ്. സെറ്റ് ഗൈസിന് ഇപ്പം നമ്മൾ നടത്തി. സോ ഗൈസിന് നമ്മൾ നേരെ ഇനിയിപ്പം നേരെ നമ്മുടെ എല്ലാം കഴിഞ്ഞു, ബോഡി ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ പോവാണ് ഗൈസ്. ഇനിയിപ്പോൾ എങ്ങടാണെന്ന് നമുക്കറിയില്ല, നമുക്ക് നടക്കാം ഗൈസ്, അതിന് നമുക്ക് പോകും. ഓക്കെ, സെറ്റാക്കാം. ഇനി ഫുൾ മറ്റേ വാങ്ങാനുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ വണ്ടിയിൽ കൊണ്ടുപോകുന്നു. കയറ്റും
അത് ചെറുതിനെ അവിടെ വിടാവും. അപ്പം തിരിച്ചില്ല ക്ലാസ്സിലുണ്ടൊന്നും കൊണ്ടുവയ്ക്കും. അതെ 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 അങ്ങനെ പറയും. പിന്നെ ഇനിയിപ്പോൾ വേറെ ഒന്നുമില്ലല്ലോ. അപ്പം നിങ്ങൾ ബോർഡിംഗ് ടൈം ഇല്ല. ബോർഡിംഗ് ടൈം 1240 ഹവേഴ്സാണ്. 1240 ഹവേഴ്സ് ടൈം. എന്തുട്ടാണ് അല്ല 1740. നമ്മൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളെന്തായാലും ഇപ്പോൾ വെയിറ്റിംഗ് സെക്ഷനിലിരിക്കുകയാണ്. ഇനി വെയിറ്റിംഗ് സെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇനിയിപ്പോൾ വേറൊരു പരിപാടി ഇല്ല എന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞിപ്പം കയറാൻ എന്നാണ് തോന്നണത്. നമ്മുടെ ഫ്ലൈറ്റ് ഒന്നും എത്തിയിട്ടില്ല കേട്ടോ. ഫ്ലൈറ്റ് എത്തിയിട്ടില്ല. ഫ്ലൈറ്റ് നമ്മൾ വീട്ടിലെത്തുമ്പോൾ എന്തായാലും 8 മണിയാവുന്ന പറഞ്ഞു. ഇവിടെയാണ് കുറേ ടൈം പോവാം. നമുക്ക് ഇരിക്കണം കുറേ ടൈം. എന്നാലും കാര്യമെന്നാണ് പറഞ്ഞത്. പൊളിക്കാം. ഇതാണ് നമ്മുടെ പ്ലെയിൻ ട്ടാ. വരുന്നു ഗൈസ് നമ്മുടെ ഇൻഡിഗോയുടെ പ്ലെയിൻ. പൊളി പൊളി പൊളി. ഒരു മെഷീൻ, ആ മെഷീനിൽ കൂടെയാണ് ഇറക്കലും കയറ്റലും കാര്യങ്ങളൊക്കെ കേട്ടോ. സണ്ണിന് വീർത്ത് കണ്ടോ പോണോ. സണ്ണിൻ്റെ അതിപ്പം മുട്ടിട്ട് ആൾക്കാരെ ഇറക്കും. ഇതാണ് നടക്കുന്ന പ്രോസസ് ഗൈസ്. പുളി ഗൈസ് പുളി. ഇഷ്ടപ്പെട്ടു. ഫ്രണ്ടിന് മാറിയാണ്. അതങ്ങനെ മുട്ടി സെറ്റായിട്ടുണ്ട്. നമ്മുടെ സമയമായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരെ കൗണ്ടറിൽ പോകണം. കൗണ്ടറിൽ പോയിട്ട് എന്തായെന്ന് ചോദിച്ചു നമ്മൾ നേരെ പ്ലെയിനിൽ കയറണം. വിളിച്ചു നമ്മളവിടെ നിന്ന് കടത്തി വിട്ടു. ഇനിയിപ്പോൾ നമ്മളിങ്ങനെ ഇറങ്ങി പൊക്കോണ്ടിരിക്കാണ്ടോ. നമ്മളിനിയിപ്പോൾ നമ്മൾ നേരെ ഇങ്ങനെ ഇറങ്ങി ഇനി ഫ്ലൈറ്റിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. എക്സൈറ്റഡ് ഗൈസ്, വെരി എക്സൈറ്റഡ് ഗൈസ്. ഓ എനിക്കെന്താ പറയണ്ടേന്ന് എനിക്ക് പോലും അറിയില്ല. ഇനി നമ്മൾ ഫ്രണ്ടിൽ വെച്ച് നമ്മൾ ഒന്നും ചെയ്യില്ല. ഫ്രണ്ടിൽ വെച്ചൊരു തരമായിട്ടുള്ള വീഡിയോയും എടുക്കത്തില്ല. ഇനി നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് മാത്രമേ എടുക്കത്തുള്ളൂ. സോറി ഫോർ കാണിക്കാത്തത്. ഓക്കെ, സോ വെരി സോറി ഫോർ ദാറ്റ് ഗൈസ്. അത് പറ്റില്ല. പറ്റിക്കഴിഞ്ഞാൽ വല്ല പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അത് മതി. ഇനി ബാക്കി കാര്യങ്ങൾക്കൊക്കെ ഫ്ലൈറ്റ് മുടങ്ങാനായിട്ട്. സോ അത് നമ്മൾ ചെയ്യാനില്ല. അതുകൊണ്ട് നമ്മൾ ഓഫ് ചെയ്യാൻ പോവാണ്. ഇനി നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടാണ് ബാക്കിയുള്ളൂ. സോ ലൈക്ക് ചെയ്യാൻ നമുക്ക്, ഷെയർ നമുക്ക്, സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഉള്ളിൽ കയറാം. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തോട്ടെ. അത് കഴിഞ്ഞിട്ട് ബാക്കിയൊക്കെ ഞാൻ കാണിച്ചു. പോരുന്നോനെ ഞാൻ ഇവിടെ കയറുന്നപ്പോൾ തൊട്ട് എക്സ്ട്രാക്ട് എന്ന് പറഞ്ഞാണല്ലോ ഗംഭീര എക്സൈറ്റഡ് ആണ്. പൊങ്ങിയിട്ടുള്ള വ്യൂ എല്ലാം പൊള്ളിയാക്കിയത്. ഫ്ലൈറ്റ് ഒന്ന് ഇങ്ങനെ കുറച്ച് നേരം എടുക്കും. ഇവിടെ നിന്ന് നീങ്ങാൻ 6 സംതിങ് ആകുമ്പോഴാണ് ഇവിടെ നിന്ന് പോകുള്ളൂ എടുക്കുള്ളൂ. അപ്പം ഞാൻ ഇതൊക്കെ എന്താണെന്ന് പരിചയപ്പെടുത്തി തരാം. ഇത് തന്നെ ഇവിടെ ഒരു ടേബിളാണ്. സോ ഇങ്ങനെ ആക്കിയിട്ട് ഒരു ടേബിളായി. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ലോക്ക് ചെയ്യുക. അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു ഇൻഡിഗോയുടെ റെസ്ട്രിക്ഷൻസ് ബുക്ക്, अपनी यात्रा को शीघ्र शुरू करने के बाद आप अपने बड़े बैग्स को ऊपर वाले ओवरहेड बिन में और छोटे बैग्स को सामने वाली सीट के नीचे रखें।
कृपया अपनी सीट पर बैठ जाएं और प्रस्थान के लिए आयु को खाली रखें। We would like boarding complete. Drop buses to deplane. Passengers remain seated. Thank you. To help us get to പിന്നൊന്നുമില്ല പിന്നെ ഇവരുടെ ഒരു ബുക്ക് ഉണ്ട് വായിക്കാൻ പറ്റിയ തരം ബുക്കാണ് വായിക്കാൻ കിട്ടും. വേറെ കാര്യമുണ്ട് ഈ സാധനം നമുക്ക് ഇവിടെ വേറെ ആളിരിക്കുകയാണെങ്കിൽ സാധനം ഇതെടുക്കുക അമർത്താതെ നമ്മുടെ ഫ്രണ്ട്സോ ഫാമിലിയിലാണ് ഇങ്ങനെ ചെയ്യുക. ഇനി നമ്മളിങ്ങനെ താഴ്ത്തി വെച്ച് ഇങ്ങനെ ഒരു കംഫോർട്ട് സോണിലിരിക്കുക. ഇപ്പത്തെ ഇൻഡിഗോക്കോ ഒന്നിന് ഒരേ ഒരു ഇൻഡിഗോ ആട്ടോ ആകെ മാറിയത് എയർ ഇന്ത്യ ആണ്. വേറെ ഒന്നുമില്ല, ആൾക്കാരൊന്നും ഉണ്ടിരിക്കണം. അപ്പം നമുക്ക് മ്യൂട്ട് ചെയ്ത് പിന്നെടുക്കാം. ഇത് നമ്മുടെ എയർ പ്ലെയിൻ സ്റ്റാർട്ട് ചെയ്തു. ഇവിടുന്ന് പറക്ക ഇപ്പോൾ 20 എപ്പോഴാ പറക്ക ഓക്കെ. नमस्कार, उड़ान 6-908 में आपका स्वागत है। कोची लगभग 2 घंटे की दूरी पर है। आज हमारे एविडेंस कप्तान। Ladies and gentlemen, boys and girls, we extend a warm welcome to our Indigo Blue Chip members aboard. Enjoy your flight. कृपया इस महत्वपूर्ण सुरक्षा जानकारी पर ध्यान दें। सरकारी नियम अनुसार विमान में धूम्रपान, वेपिंग और साथ लाई मदिरा पीना वर्जित है। इंडिगो की उड़ानों में तंबाकू का प्रयोग Your seats for takeoff. Thank you.
ഒരു 10-20 മിനിറ്റിനുള്ളിൽ എത്തുന്നാണ് പറഞ്ഞത് കേട്ടോ. കാരണം ഇവിടെ നിന്ന് അവിടെ എത്താനകത്ത് സമയമില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. സോ ഇല്ലാന്ന് തന്നെ വിചാരിക്കുന്നു. സോ നെക്സ്റ്റ് നമുക്ക് ഇറങ്ങണ സമയത്ത് വീഡിയോ എടുക്കാം, പൊളിക്കാം. അതുവരെ ഞാൻ ഒന്ന് എൻജോയ് ചെയ്യട്ടെ. സോറി. ഓക്കെ, അപ്പം നമുക്ക് ഇറങ്ങുമ്പോൾ പൊളിക്കാം. സ്ഥലം എത്തിയിട്ടുണ്ട്, നമ്മൾ ഇറങ്ങാനുള്ള സ്ഥലം എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ വണ്ടി കവർ ചെയ്തും ഞാൻ വീഡിയോ അവസാനിപ്പിക്കും. കാരണം വീഡിയോയിൽ ലെങ്തായി സീനായി ചളായി കൊള്ളാം. സോ അതുകൊണ്ട് ഞാൻ വണ്ടി കയറി ഉടനെ ലാസ്റ്റ് ഇൻട്രോ പറയുന്നതായിരിക്കും. അത് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് വണ്ടിയിൽ കിടന്നുറങ്ങി നാളെ എണീറ്റു ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ വീണ്ടും കിടന്നുറങ്ങി പിറ്റേ ദിവസം പോയി സ്കൂളിലോട്ട് അങ്ങനെയൊക്കെ കാര്യങ്ങൾ പോകാം. സോ സെറ്റാക്കാം. അടിയിലേക്ക് നോക്കി അടിയിൽ ഇതുമല്ല കഴിച്ച് ഇതിന് അപ്പുറമാണ് വ്യൂ കേട്ടോ. ഇറങ്ങിയിട്ടില്ല. അത് ഇറങ്ങി
फोन्स का इस्तेमाल कर सकते हैं। सीट बेल्ट साइन बंद होने और विमान के रुकने तक आप अपने स्थान पर बैठे रहें। कृपया सामान कक्ष सावधानी से खोलें। You may now use your mobile phones. We request you to please remain seated until the seat belt sign has been switched off. Please be careful while opening the overhead bins, as items may have moved during the flight. അതെ ബസ്സിൽ നിൽക്കട്ടാ, ബസ്സിന് അവിടെ തന്നെ. ബിസിനസ് ക്ലാസ്സിൻ്റെ ടെർമിനൽ 1 ആണ്. ഡൊമസ്റ്റിക് 1 എന്ന് പറയുന്നത് മെല്ലിൻ്റെ ലഗേജൊക്കെ എടുക്കണ്ടേ. വന്നിട്ടില്ല, ഇറങ്ങി അപ്പുറത്ത് പോയി സെക്കൻഡിലും കണ്ടെടുക്കാൻ പോകുന്നുണ്ട്. ഞാൻ നോക്കിയിട്ട് വിളിച്ചാൽ മതിയാ. അതെ ബാഗ് ഒക്കെ എടുക്കാൻ വേണ്ടി പോവാണ്. എടുത്തിട്ടില്ല. ഈ ഒരു പെട്ടി വന്നു, ഇനി അടുത്ത പെട്ടി വരാൻ വേണ്ടി കാത്തിരിക്കണം. ഇതിലേ വന്ന് ഇങ്ങനെ വരണ്ട. ഇതാണ് നമ്മുടെ സ്ഥലം. ഇനി നമുക്ക് ഇതെടുത്തിട്ട് ഫ്രണ്ടിൽ പോയിട്ട് കാർ എടുത്തിട്ട് പോകണം, സെറ്റാക്കാം. നമ്മൾ കാറിന് വേണ്ടി വെയിറ്റിംഗ് ആട്ടോ. കാറ് വരട്ടെ, എന്നിട്ട് നമുക്ക് അവിടെ പോവാം. വെയിറ്റിംഗാണ്. കഴിഞ്ഞാൽ ഓക്കെ ചെയ്യാം. നമ്മൾ വീടെത്തി കുളിച്ച് ഫ്രഷായി നമ്മൾ മണിയായി. സോ ഗൈസ് കറന്നിറങ്ങാം. സോ ലൈക്ക് ചെയ്യാൻ മറക്കാതെ, ഷെയർ മറക്കാതെ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ, അടുത്തുള്ള ബെൽ ബട്ടൺ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയായിരിക്കും. സോ സൈനിങ് ഔട്ട്.